ഹായ് ഫ്രണ്ട്സ്, വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് 5 months, അതായത് നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 9 മാസം മുമ്പാണ്. അതായത് ഫെബ്രുവരി മാസമാണ്, 2023 ഫെബ്രുവരി മാസമാണ്. അതിൻ്റെ ഫസ്റ്റ് ബാച്ച് ഏകദേശം പ്ലേസ്ഡ് ആവാൻ തുടങ്ങിയത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഈ ഓഗസ്റ്റ് മാസം മുതൽ ഈ ഡിസംബർ മാസം വരെ നമുക്ക് 67 പ്ലേസ്മെൻറ്റ്സ് ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ നൽകാൻ പറ്റി. അതായത് എൻട്രിയുടെ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് പഠിച്ച് ജോലി നേടിയവർ, ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡിൽ ജോലി നേടിയവരുടെ എണ്ണം 67 ആയിരിക്കുന്നു. അതായത് ഈ മാസത്തെ കൗണ്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 മാസമായിട്ടുള്ള കോഴ്സ് അറിയാം. കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷം 2023 ഫെബ്രുവരിയിലാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഏകദേശം 9 മാസമായി. നമ്മുടെ ഫസ്റ്റ് പ്ലേസ്മെന്റ് വരുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. 4 പ്ലേസ്മെന്റ് ആണ് ഓഗസ്റ്റ് മാസത്തിൽ വന്നത്. 4 പ്ലേസ്മെന്റ് ഓഗസ്റ്റ് മാസത്തിൽ. സെപ്റ്റംബർ മാസത്തിലേക്ക് പോകുമ്പോൾ 9 പ്ലേസ്മെന്റിലേക്ക് മാറി. 9 പ്ലേസ്മെന്റ്. അത് ഓരോ മാസമുള്ള പ്ലേസ്മെന്റ്സിന്റെ എണ്ണം നിങ്ങൾ നോക്കുക. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ഈ ക്വാണ്ടിറ്റി സർവേ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒക്ടോബറിലേക്ക് പോകുമ്പോൾ 17 പ്ലേസ്മെന്റ്സ് ആയി. 17 വന്നത്. നവംബറിലേക്ക് പോകുമ്പോൾ 22 പ്ലേസ്മെന്റ്സ്. 22 പ്ലേസ്മെന്റ്സ് ഇൻ നവംബർ. ഇനി ഡിസംബർ മാസത്തിലെ കണക്ക് പറയുന്നത് ഈ ഒരു 1 തീയതി മുതൽ 11 തീയതി വരെ, അതായത് ഡിസംബർ 11 തീയതി വരെ 15 പ്ലേസ്മെന്റ് ഓൾറെഡി ആയി. അതായത് ഇതിലും വലിയൊരു ഗ്രാഫ് ഡിസംബർ മാസത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ്. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ആളുകൾക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ കോഴ്സസും കാര്യങ്ങളും അത്രയും എഫക്റ്റീവായുള്ള കോഴ്സസും കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിലെ ലൈവ് പ്രോജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ CV പ്രിപ്പറേഷൻ സെഷനും HR സെഷനും ഒക്കെ കണ്ടെയ്നർ വരുന്ന സമയത്ത് ഒരുപോലെ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ പ്ലേസ്മെന്റിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോലി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കും. അതായത് നമ്മുടെ സൈഡിൽ നിന്നുള്ള എല്ലാ കണ്ടന്റ് സൈഡ് ആണെങ്കിലും പ്ലേസ്മെന്റ് ഹെൽപ്പ് ആണെങ്കിലും എല്ലാ 100% നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്ത് കോഴ്സ് ഒന്ന് പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോഴ്സസ്. അപ്പോൾ പറഞ്ഞ് മറക്കാണ്ടിരിക്കുക. കാരണം സിവിൽ എഞ്ചിനീയേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കോഴ്സിനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്യുക. ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സ്, അതായത് ഈ ക്വാണ്ടിറ്റി സർവേസും കോഴ്സിനെ കുറിച്ച് എക്സ്പെർട്ടായ അക്കാദമിക് കൗൺസിലേഴ്സ് ഉണ്ടാകും. അവർ വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. കാരണം എത്ര മാസമാണ് കോഴ്സ്, കോഴ്സിൻ്റെ ഫീസ് എത്രയാണ്, ഈവൻ കോഴ്സിൻ്റെ ഫീസിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. NSTC സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ആ സർട്ടിഫിക്കറ്റ്, ഈവൻ കോഴ്സിന് സർട്ടിഫിക്കറ്റിൻ്റെ ഇതിനേക്കാൾ കൂടുതൽ ഈ ആ ഒരു കോഴ്സ് കംപ്ലീറ്റഡ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം ഇതിൽ പ്ലേസ്ഡ് ആയ ആളുകളൊന്നും സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂഷനെക്കാളും ഏറ്റവും കൂടുതൽ വന്നത് ലൈവ് പ്രോജക്റ്റിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അക്കാദമിക് കൗൺസിലിൽ വിളിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കാം. താങ്ക് യു.